ആടുജീവിതത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ ജോഗ്രഫി ആവട്ടെ, മൊത്തത്തിൽ കഥാപാത്രം ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ട് കഥാപാത്രങ്ങളും നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതായി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് സാധനങ്ങളായിരുന്നു രണ്ടു പേർക്കുണ്ടായിരുന്നു ക്യാരക്ടേഴ്സിന്. ആടുജീവിതത്തിന് ഇതുപോലെ കുറേ ജോഗ്രഫി അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, ആ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ കഥാപാത്രത്തിന് കൂടുതലും എനിക്ക് തോന്നുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ അധികം ഇല്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ അവൻ്റെതായിട്ടുള്ള ഒരു വിക്റ്റിം എന്നുള്ള രീതിയിലാണ് ഞാൻ അവനെ നോക്കിക്കണ്ടത്. ഒരു ടോക്സിക് പാരൻറ്റിൻ്റെ ഒരു വിക്റ്റിം എന്നുള്ള രീതിയിൽ ഒരുപാട് വേറൊരു രീതിയിലല്ലാതെ വിക്റ്റിമാണ് അവൻ, ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ഒരുപാട് വിക്റ്റിംസ് എനിക്ക് തോന്നുന്ന സൊസൈറ്റിയിൽ ഒരുപാട് ഉണ്ട്. ഒരുപാട് ഇതുപോലെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഇതുപോലെ തെറാപ്പിക്ക് എടുക്കുന്ന കുറച്ചധികം ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ്സും മേ ബി ഈ ഒരു കഥാപാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവാം. പിന്നെ സെറ്റിൽ ഇതുപോലെ അഭിനയിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ബിജറിൻ്റെ മുമ്പിൽ ബിജറിന് ആ ക്യാരക്ടറൊക്കെ പിടിച്ചിരിക്കുന്ന ആ മാനറിസങ്ങളും സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നതാണെന്നൊരു ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു ഇപ്പോൾ എന്നെപ്പോലുള്ളൊരു ബഡിങ് ആക്ടറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. സോ ബീങ് ഒപ്റ്റിമിസ്റ്റിക് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്.